ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് ഓണം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ കാത്തിരുന്ന ആ ഒരു ദിവസമാണ് ഇന്ന്. എന്താണ് നമ്മൾ ഇത്ര ദിവസമായിട്ട് കാത്തിരുന്നത്? കടയുടെ പേര് കണ്ട ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. മൈ ഫാബ് ക്ലോത്തിങ്. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു നറുക്കെടുപ്പ് ദിവസമാണ് ഇന്ന്. അപ്പൊ ഇന്ന് 20-ാം തീയതി, ജൂലൈ 20-ാം തീയതി ആണ് നറുക്കെടുപ്പ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിരക്കില്ല. എന്താ സംഭവം? നറുക്കെടുപ്പിന്റെ ഒരു തയ്യാറെടുപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ സംഭവം എന്നുള്ളതൊന്ന് കയറി നോക്കാം. പിന്നെ ആരാണ് ഇന്നത്തെ വിന്നർ? ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മളെല്ലാരും. അപ്പൊ ഒന്ന് കയറി നോക്കിയാലോ. എന്താണ് ഇവിടെ ഇത്ര തിരക്ക്? ഒന്ന് മാറി. എന്താ സംഭവം നടക്കണേ? ആഹാ, നറുക്കെടുപ്പാണോ? യെസ്. അപ്പൊ നമ്മളെല്ലാരും വെയിറ്റിംഗ് ആണ്. എന്താ സംഭവം നടക്കണേ? ആർക്കാ വെക്കണ്ടേ? ഇവിടെ ഷോളൊക്കെ പിന്നെ ഇതാക്കാം. ഇങ്ങനെ പിന്നെ ഇന്ന് നമ്മുടെ നറുക്കെടുപ്പിന്റെ ദിവസം. നറുക്കെടുപ്പ് ആർക്കാ കിട്ടാൻ? ജൂലൈ 20. അതെ, ജൂലൈ 20-ാം തീയതി. അതിനു മുന്നേ നമ്മള് കുറച്ചുപേര് കാര്യമായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് കണ്ടിട്ട് നമുക്കൊന്ന് നറുക്കെടുപ്പ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. ഓരോരോ പെണ്ണുങ്ങളെല്ലാരും ഇവരൊക്കെ നിങ്ങളുടെ ആരെ പരിചയപ്പെടുത്തി തായോ? പറ പിള്ളേരെ. ഇതെല്ലാം മൈഫാബിലെ പ്രിൻസസിലെ സ്റ്റാഫുകളാണ്. പറഞ്ഞോളൂ. അത് നമ്മുടെ MN ഫാബ്രിക് അടുത്തുള്ള കടക്കാരുകളാണ്. ഇവരൊക്കെ തൊട്ട് അടുത്തുള്ള ഷോപ്പിലത്തെ ആൾക്കാരുകളാണ്. അണ്ണന് കൂട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വന്നതാ. ഓക്കെ. അപ്പൊ ഈ വിശേഷങ്ങളൊക്കെ ആയി. ഇനി നമുക്ക് ഇനി എന്തിനും പുതിയതായിട്ട് കാണുന്നവരുണ്ടാവും. നമ്മളിപ്പോ പഴയ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് അവർക്ക് വേണ്ടിട്ട് എന്തിനു വേണ്ടിട്ടാണ് ഈ ഒരു നറുക്കെടുപ്പ്? ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായിട്ട്. എന്തിന്റെ ആനിവേഴ്സറി? പ്രിൻസ് ആൻഡ് ഡൈസിന്റെ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായിട്ട് നമ്മൾ ബൊട്ടിക്ക് ഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നറുക്കെടുപ്പിലൂടെ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടത്. പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ഇവിടെ കൂപ്പൺ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ ഇപ്പൊ തന്നെ വിന്നറില് സെലക്ട് ആക്കാം. വിന്നർ അനൗൺസ് ചെയ്യും. ഒന്നുകൂടി ഈസി ആയിട്ട് പറയാം. ഇവർക്ക് പ്രിൻസ് ആൻഡ് ഡൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട്. അത് ഒരു കൊല്ലം എത്തിയതിന്റെ ഒരു ആനിവേഴ്സറി ആണ്. അവിടെ നിന്ന് ഉയർച്ച കയറി ഇപ്പൊ ഒരു മൈ ഫാബ് എന്നുള്ള ഒരു 4 ഫ്ലോർ ആയിട്ട് ഒരു ബിൽഡിങ്ങിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഉയർച്ചയിൽ ഇങ്ങനെ വന്ന് നമ്മളൊരു 1 ഇയറിന്റെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു ബുട്ടിക്കാണ് ഗിഫ്റ്റ് കൊടുക്കണം. ഈ ഒരു ബുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു 15-ാം തീയതി വരെ, ജൂലൈ 15-ാം തീയതി വരെ, ജൂൺ 25-ാം തീയതി തൊട്ട് ജൂലൈ 15-ാം തീയതി വരെ നമ്മൾ പർച്ചേസിംഗ് എന്നുള്ള രീതിയിൽ ഒരു കൂപ്പൺ എടുക്കാന്നുള്ളത്. 2500 രൂപ വരെ മുതൽ എത്ര പർച്ചേസ് ചെയ്തവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പുതിയ ഷോപ്പ് ഇടുന്നവരായാലും പുതിയ ഷോപ്പുള്ളവരായാലും എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ട്, റീസെല്ലേഴ്സ് ആയാലും എങ്ങനെ പങ്കെടുത്താലും നമുക്കൊരു കൂപ്പൺ അവൈലബിൾ ആണ്. ആ ഒരു കൂപ്പൺ ഇവിടെ കൊണ്ടുവരണം. അത് ഓൺലൈൻ പർച്ചേസിംഗ് അവൈലബിൾ. അപ്പൊ ഇതിൽ പങ്കെടുത്തവർക്ക് അറിയാം എന്താ ഡീറ്റെയിൽ. പുതിയതായിട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിച്ചു നീട്ടുന്നത്. ഇനി ഈ ഇട്ട കൂപ്പൺ എവിടെയാ? ഇട്ട കൂപ്പണിന്റെ പെട്ടി ഇങ്ങെടുത്തോ. അത് ലൈവായിട്ട് തന്നെ നമുക്ക് എടുത്താൽ എല്ലാവരും ഇവിടെയാണ് ഇട്ടത്. എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഇത് ഇവിടെയാണ് ഇട്ടത്. അപ്പൊ ഇത് എന്റെ കയ്യിലേക്ക് ഒന്ന് ഹാൻഡ് ഓവർ ചെയ്തു. ഓക്കെ, ഇതാണ് കൂപ്പൺ ഇട്ടൊരു. ഇതിൽ എത്ര ആള് ഏകദേശം പങ്കെടുത്തിട്ടുണ്ട്? പങ്കെടുത്ത കുറെ ഉണ്ട്. കൂപ്പൺ പൂരിപ്പിച്ചിട്ടവർ 500 പേര്. ഓക്കെ. അപ്പൊ ഈ ഒരു ഓട്ടക്കൂടെയാണ് ആ ഒരു ഭാഗ്യം കയറി പോയിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് പൊളിച്ചിട്ട് ഇതിൽ ലൈവായിട്ട് തന്നെ എല്ലാവരും ഇടാം. അതിനു മുന്നേ ഈ സ്റ്റാഫുകാരല്ലാണ്ട് തൊട്ടപ്പുറത്തെ ഇപ്പുറത്തെ കടക്കാരും എല്ലാവരും ഉണ്ട്. ഒന്ന് അടുത്തേക്ക് വരുമോ? തെളിവിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ കടയിലുള്ള ഒന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് പോയോ എന്ന് വെച്ചാ നമ്മുടെ കൂപ്പൺ ഇട്ടോരാരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തെളിവിന് വേണ്ടിട്ട് അവരെല്ലാരും തൊട്ടപ്പുറത്തെ കടക്കാരെ വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്കൊന്ന് ഇടാലോ. അതിനു മുന്നേ ഇത് നറുക്ക് ആരാ എടുക്കണേ, എന്താ സംഭവം, എങ്ങനെയാണോ ഒന്ന് പരിചയപ്പെടും. ഞങ്ങളുടെ സ്വന്തം മോൻ, ഞങ്ങളുടെ സ്വന്തം. ഇവര് ഫാമിലി കേട്ടാ. ഇവരാണ് ഫാമിലി. ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കാര്. ഇവരാണ് ഒരു കുട്ടിക്ക്. അപ്പൊ നറുക്കെടുപ്പില് ഞായറാഴ്ച ഓണത്തിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആരെയും കിട്ടിയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ മോനെ എന്തായാലും നമ്മുടെ മോനെ അടിപൊളിയായിട്ട് ഒരാള് ബാക്കിയുള്ളവര് തെറി വിളിക്കാതെ ബെസ്റ്റ് വിഷസ്. അപ്പൊ ഇതൊന്ന് പൊട്ടിച്ചെന്ന് കേട്ടോ. അപ്പൊ ലൈവായിട്ട് തന്നെ നമ്മള് ഫുള്ള് തുറക്കണതും പിന്നെ അത് തുറന്ന് കാണിച്ചോ. നല്ലൊരു പെട്ടി അത് പൊട്ടിച്ച് ഞങ്ങൾ നശിപ്പിക്കാൻ പോവാണ്. അങ്ങനെ വെക്കുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് അതിൽ എടുത്ത് വെക്കാം, അത് കളക്ട് ചെയ്ത്. ഓക്കെ. അപ്പൊ ഇത്
അല്ല അത് ഇട്ടത് 1 മിനിറ്റ് എടുത്ത് 1 മിനിറ്റ് അല്ല ഇതിന്ന് വലുതും വീണ് പോയതാണോ അല്ലല്ല ഇതാണോ എന്നുള്ളത് ഒരു സംശയം ഉണ്ടാവില്ലോ. അപ്പൊ അതല്ല, അത് പേപ്പറിന്റെ പീസാണ്, ഇതിന്റെ പീസാണ് കേട്ടോ. അല്ലാണ്ട് ആരും പുറത്തേക്ക് പോയിട്ടില്ല. അല്ല അതൊക്കെ ലൈവ് നമ്മൾ പറയണം. വെയിറ്റ് ഇനി ഇതിലേക്ക് ഞങ്ങൾ ചരിക്കാൻ പോവാണ്. ഇതിന്റെ ബാക്ക് സൈഡ് ഉള്ളിലും ഒക്കെ നോക്കിയാൽ കാലിയാണ്. ഞങ്ങളുടെ സ്വന്തം സ്റ്റൂള് ഞങ്ങൾ നറുക്ക് പെട്ടിയാക്കി മാറ്റിക്കാണ്. ഇവിടെ ഞാൻ ഒട്ടിച്ച് വെച്ചേക്കാം. അപ്പൊ ഓളുമില്ല ഒന്നുമില്ല സംഭവം. ഇതാ ഇനി ഇതിലാണ് നമ്മൾ ചരിക്കാൻ പോണത്. ക്ഷമിച്ചല്ല നിങ്ങളെല്ലാരും അതായത് ഇങ്ങനെ പിടിച്ചോ. ഇടണത് ഫുൾ ലൈവായിട്ട് ഒരാളുടെ മിസ്സാവരുത് കേട്ടോ. കീറി കളയും വേണം. ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാ 5 പേർക്കാണ്. 5ന്റെ കസ്റ്റമർ ആണോ? ആരുടെ കസ്റ്റമർ ആണ്? ആരുടെ കസ്റ്റമർ ആണ്? അപ്പൊ ലൈവായിട്ട് തന്നെ ഇനി പെട്ടി കീറി കാണിക്കാം നമുക്ക്. ഇത് ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചോ. ഒന്ന് കൊടഞ്ഞ ചേച്ചി. ഇനി വേണ്ട, ഞാൻ തന്നെ അത് കീറാം. ഇത് വേറെ പെട്ടി ഉപയോഗിച്ചോ. ഇത് അവിടെ നിക്കട്ടെ. അങ്ങനെ ചുളിയിലൊരു പെട്ടി നീ ഫ്രീ ആയിട്ട് കിട്ടണ്ട. അല്ല അത് ലൈവായിട്ട് തന്നെ നമുക്ക് വെച്ച് കീറി. അല്ല ഒന്നും ഇടയിലൊന്നും പെട്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വെട്ടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മളിത് കീറി കളയണത്. ആരുടെയും ഉള്ളിലുണ്ടെങ്കിൽ ആരുടെയും ഉള്ളിലുണ്ടോന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നുമില്ല കേട്ടോ. പെട്ടി എടുത്തോണ്ട് വന്ന അൻവർ. ഒരാളുടെയും ഗ്യാപ്പ് പെട്ടിട്ടില്ല. ഓക്കെ, എല്ലാവരും വീണിട്ടുണ്ടോ എന്നുള്ളത് ഇല്ല കേട്ടോ. നോക്കാതെ എടുക്കണം. ഓക്കെ, ഇനി എല്ലാരും ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കാം. ഇതാ അർഹതപ്പെട്ട ആൾക്ക് കിട്ടാൻ വേണ്ടിട്ട് എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കാം. ഈ ഓണം അവർക്ക് സ്പെഷ്യൽ ആവട്ടെ, ഈ കൊല്ലം അവർക്ക് സ്പെഷ്യൽ ആവട്ടെ എന്നല്ലേ. ഓക്കെ, എല്ലാരും ഹൃദയം ഇങ്ങനെ കിടന്ന് അടിച്ചോണ്ടിരിക്കുകയാണ് ആർക്കാ കിട്ടണെന്നുള്ളത്. തുടങ്ങാം മോനെ. ഓക്കെ, നീ തന്നെ പറയ എന്താണ് ഏതാണ്. നിനക്ക് എന്തെങ്കിലും പറയാണ്ടാവില്ലേ? ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നത്. നമ്മുടെ കടക്ക് 1-ാം വർഷമായിട്ട് കൊടുക്കുന്നത് നല്ലൊരാൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒന്ന് ഇളക്കി എടുത്തോല്ലോ കേട്ടോ മോനെ. ഒന്ന് ഇളക്കി കൊടുത്തോ. 3 ബ്രഷ് ഇതാ ഒരെണ്ണം വീണു പുറത്തേക്ക്. അത് തിരിച്ചിട്ടോ. ആരാണ് ഇനി 3 തവണ ഇങ്ങനെ എടുത്തിട്ട് നിലത്തേക്കിട കൈ ഫുൾ ഇങ്ങനെ കാണിച്ചതിന് ശേഷം ഒരെണ്ണം എടുക്കുക. 3ാമത്തെ തവണയിൽ ആദ്യം ഫുൾ കൈ കാണിക്കും. 2 കൈ കാണിച്ചോ. എടുത്തിട്ട് അങ്ങോട്ട് ക്യാമറയിലേക്ക് നോക്കി നിലത്തേക്ക് നോക്കണ്ട. ഒരെണ്ണം എടുത്തോ. ആരാണ് വായിക്കട്ടെ. ഷഹന മോൾ, നിലമ്പൂര്. ഇനി തിരിച്ചോ. ആനപ്പാറ. ഫോൺ എടുക്കാം. ഇനി നമ്മള് ഷഹന മോൾക്ക് ഡയറക്റ്റ് കോള് ചെയ്യാണ്. ഇതില് നമ്പർ ഉണ്ട്. പറഞ്ഞോ. ഇതില് വിത്ത് നമ്പറോട് കൂടിയിട്ടാണ്. ഈ നമ്പർ ഇപ്പൊ നമ്മൾ ഡയൽ ചെയ്യാൻ പോവാണ്. ഈ നമ്പർ വിളിക്കുന്ന ആള് എടുക്കണം. ഈ കസ്റ്റമർ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നതാണോ? ഡയറക്റ്റ് വന്ന കസ്റ്റമർ അല്ലേ? ഇല്ല, ഓൺലൈനാണോ? ഓൺലൈനിൽ നിന്ന് എടുത്തതാണ്. കട ഉള്ളതാ കടയില്ലാത്ത? കടയില്ലാത്തന്ന് തോന്നുന്നു. അറിയില്ല, ഓർമ്മയില്ല. എന്തായാലും നമ്മൾ വിളിക്കുമ്പോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിച്ചറിയാം. എന്തായാലും കോൾ ചെയ്യും. 97 9 നമ്പറേ ഉള്ളോ? അല്ലല്ല, 10 നമ്പർ ഉണ്ട്. നമ്പർ നിങ്ങൾ എന്തായാലും ലൈവായിട്ട് കണ്ടതല്ലേ. ആ നമ്പർ തന്നെയാ ഡയൽ ചെയ്യണത്. നമ്പർ അത് തന്നെയാ ഡയൽ ചെയ്യണത് കേട്ടോ. എടുക്കണില്ലേ കുട്ടി? എടുക്കൂ. ഭാഗ്യം എന്താ തേടി വന്നിരിക്കുക. അടുത്ത ആൾക്ക് കൊടുക്കണോന്ന്? അടുത്ത ആൾക്ക് കൊടുക്കണോ? വേണ്ട, എടുത്തു. ഹലോ, ഷഹന മോൾ. ആനപ്പാറ ആണോ? ഷഹന മോൾ നിലമ്പൂരാണോ? മൈഫ ക്ലോത്തിങ് എറണാകുളമാണ്. ഷോപ്പുള്ള ആളാണോ?
വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. ഇവിടെ റേഞ്ച് ഉണ്ട്, അവിടെ റേഞ്ച് ഇല്ല. ഒരു മിനിറ്റ്, ഞാൻ പുറത്തിറങ്ങി നോക്കട്ടെ. ആയിക്കോട്ടെ, പെട്ടെന്ന് ഇറങ്ങിക്കോളൂ. ആ ഓക്കെ. റേഞ്ച് കിട്ടുന്നുണ്ടോ? റേഞ്ച് ഓക്കെ ആണോ? ആ ഇപ്പൊ ഓക്കെ. മൈഫാബ് ക്ലോത്തിങ് എറണാകുളം ആണ്. ആ ഓക്കെ. ഞങ്ങളുടെ ആനിവേഴ്സറി ലക്കി ഡ്രോയില് വിന്നർ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയല്ല, അത് ഷോക്കോട് കൂടി. അതെ, ഷോപ്പ് ഉണ്ടോ? ഷോപ്പായിട്ട് ചെറുതായിട്ട് ഷോപ്പ് ഉണ്ട്. ചെറുതായിട്ട് അങ്ങനെ ഉണ്ട്. എവിടെ സ്ഥലം? അകമ്പാടം, നിലമ്പൂര്. ആ ഓക്കെ. ആ എന്തായാലും ഓർമ്മയുണ്ടോ? വല്ലയിടത്തും വല്ലതും പർച്ചേസ് ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ മൈഫാബില്? കഴിഞ്ഞ ദിവസം അപ്പൊ അടുത്താ ചെയ്ത്. ആ അതെ. ആ ഓക്കെ. സെൽഫാണോ അതോ ഷോപ്പിലേക്ക് സെല് ചെയ്യാനാണോ വാങ്ങിയത്? ഞാന് സെല്ല് ചെയ്യാൻ അങ്ങനെ ആയിട്ടാ വാങ്ങിണ്ടായത്. കൂപ്പൺ നമ്പർ പറയാൻ പറ്റുമോ? ഐ തിങ്ക് 300 എത്രയോ ആയിരുന്നു. ഫോണൊന്ന് നോക്കട്ടെ. ഓക്കെ. നിങ്ങളുടെ കയ്യിലുള്ള നമ്പർ ഒന്ന് പറയോ? കറക്റ്റ് പറയണം, ലൈവ് ആണ് കേട്ടോ. ലൈവ് ഇവിടെ റെക്കോർഡ് നടന്നുകൊണ്ടിരിക്കുക. വാട്സാപ്പിൽ അയച്ചെന്ന് നോക്കട്ടെ. പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. എത്തിയിട്ടില്ല. ഓക്കെ, നമ്പർ നോക്കിക്കോളൂ. പ്രോഡക്റ്റ് പിന്നെയും കിട്ടും. അതിലേക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അതിനേക്കാളും വലിയ ഭാഗ്യം തേടി വന്നിരിക്കുക. നമ്പർ വീഡിയോ കണ്ടതാണ്. ഒരു മിനിറ്റ്. 341. ഒന്നുകൂടി ഓർക്കല്ലേ പറയോ? 341. ഓക്കെ. 341. ഓക്കെ. 341. 341. ഈ നമ്പർ കറക്റ്റ് ആണ്, എല്ലാം കറക്റ്റ് ആണ്. ഈ കയ്യടി നിങ്ങൾക്കുള്ളതാട്ടോ. അപ്പൊ വിന്നറായിക്കാണ്. എന്താണ് ഗിഫ്റ്റ് എന്ന് അറിയോ? ഞാൻ ആദ്യം കണ്ടപ്പോ അതിനകത്ത് എന്തോ ഒരു ബോട്ടിക്ക് ഒരു സെറ്റ് ചെയ്തിരുന്നായിരുന്നു. ഓക്കെ ഓക്കെ. ഒരു കാര്യം കൂടി, ഇത് ഈ മൈഫാബ് എങ്ങനെയാ എങ്ങനെയാ ഇങ്ങോട്ട് വരാനുള്ള കാരണം? ആരുടെ വീഡിയോ ആണ് കണ്ടത്? റീല് 2-3 വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ ഓക്കെ. ഇനി പറഞ്ഞോളൂ, എന്താണ് പ്രൊസീജിയർ? അപ്പൊ ഇനി ഞങ്ങൾ ഇവിടുന്ന് വിളിക്കും, നിങ്ങളെ കാണാൻ വരും, എന്നിട്ട് നമ്മൾ അവിടെ ഷോപ്പൊക്കെ സെറ്റ് ചെയ്യും. ഓക്കെ, വീണ്ടും വിളിക്കാം. ഓക്കെ, സന്തോഷായില്ലേ? അപ്പൊ ഇതിന്റെ എന്തെങ്കിലും ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരാനുണ്ടോ? സ്വീറ്റ്സ് ഞങ്ങൾ വരുമ്പോ തന്നാ മതി. ഓക്കെ. അപ്പൊ ഇവര് നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും, സ്ഥലം കാര്യങ്ങൾ ചോദിച്ചിട്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇനി റെഡി ആക്കുന്നതായിരിക്കും ഉടനടി. അപ്പൊ ഇതൊരു ലൈവ് നറുക്കെടുപ്പായിരുന്നു കാണിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് എന്തായാലും വീഡിയോ ഉടനടി വരും എന്ന് വെച്ചാൽ നാളെ മറ്റന്നാളായിട്ട് ഈ ഒരു വീഡിയോ നിലമ്പൂര് കണ്ടിട്ടില്ല. അതായത് ഇവിടെ മൊത്തത്തിൽ ആ സർപ്രൈസ് അങ്ങോട്ട് പൊട്ടിച്ചു. നല്ല ഒന്ന് പിടിച്ച് കുട്ടിക്ക് അറ്റാക്ക്. അതിന് ഹോസ്പിറ്റലിൽ എമൗണ്ട് കയ്യിലില്ലായിരുന്നു. ഞാൻ എന്റെ ഫ്രണ്ട് ഒരു മിനിറ്റ് ഒന്നോടി പറഞ്ഞേ. ആ പർച്ചേസ് ചെയ്യാനുള്ള എമൗണ്ട് അപ്പൊ ആ സമയത്ത് എന്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് 2500 രൂപ അങ്ങനെ വാങ്ങിച്ചിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ വന്നത്. നിങ്ങൾക്ക് എന്നെ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെ അർഹതപ്പെട്ട ഒരാൾക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്ത് തന്നെ. എന്തായാലും നിങ്ങൾക്ക് കിട്ടിയതിൽ അതിയായ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ എന്തായാലും കടയുടെ പേര് ഉടനടി തീരുമാനിച്ചോ, എന്നിട്ട് നമ്മള് ലൈവായിട്ട് നമ്മളെ തന്നെ വിളിച്ചോളാം ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോ. ഇനി ഓക്കെ, താങ്ക് യു. വിളിക്കാട്ടെ ഇനി ബാക്കിയുള്ള കാര്യത്തിന്. ഇത് കട്ട് ചെയ്യാട്ടോ. ഓക്കെ, ഇനി ഇങ്ങോട്ട് വായോ. ഇതില് കുറെ സ്വപ്നങ്ങൾ കിടക്കുന്നുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? ഇതിലുള്ള എല്ലാവർക്കും 25-ാം തീയതി മുതൽ റീസെല്ലിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനുടനെ തന്നെ എല്ലാവർക്കും മെസ്സേജ് ഗ്രൂപ്പിൽ വരുന്നതാണ്. അതിനുശേഷം ഇവിടുന്ന് ഓരോരുത്തരെ വിളിക്കും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. എല്ലാം ഗ്രൂപ്പിലും പറഞ്ഞു തരുന്നതാണ്. അതനുസരിച്ചിട്ട് ഇതിലുള്ള എല്ലാവർക്കും സെല് ചെയ്യാവുന്നതാണ്. എന്നുവെച്ചാൽ ഒരു ഗ്രൂപ്പ് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഈ ഇതിലുള്ള എല്ലാവരുടെയും പേരുകൾ ഒരു മിനിറ്റ് ഞാൻ അത് ചെയ്യാതെ. ഇത് വിന്നറായതിന്റെ പേരാണ്. ഇത് സൂക്ഷിച്ചു വെച്ചോ. നമ്പർ കാര്യങ്ങൾ ഇങ്ങോട്ട് വരൂ. ഇനി ഇതില് എത്ര ആൾക്കാരുണ്ട് ജസ്റ്റ് ഒന്ന് ലൈവായിട്ട് കാണിക്കാന്ന് വെച്ചാൽ എല്ലാതും വേറെ വേറെ ആൾക്കാരുടെ പേരുകളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
കളയരുത്, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള എല്ലാം ആവശ്യമുള്ളതാ, എല്ലാം നമ്മൾക്ക് വിലപ്പെട്ടതാണ്. ശ്രേയ ഒരു കവർ എടുത്തോളൂ മോളെ, അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. സൂക്ഷിച്ചു വെക്കാം. അത് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒക്കെ ഡിഫറെന്റ് പേരുകളെ, എല്ലാം പെൺകുട്ടികളെ. ഒരു മിനിറ്റ് എല്ലാം പെൺകുട്ടികളെ. ആദ്യം മുകളിൽ നിന്ന് ഇങ്ങോട്ട് മൈക്ക് അവിടെ ഉണ്ട്, കിടന്ന് അവിടെ കിടന്ന് വർത്താനം ഓരോന്ന് എടുത്തിട്ട് മോളെടുത്തോട്ടെ. ഫസ്റ്റ് എടുത്ത് അല്ല ലൈവായിട്ട് ക്യാമറയിൽ തന്നെ വേറെ വേറെ പേരുകളാണെന്നുള്ളത്. പേര് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് വേറെ ഒരാളുടെ പേരാണ്. അപ്പൊ ഇതിൽ കിട്ടുള്ളൂ ലൈവായിട്ട്. ഇനി അടുത്ത ആള് ഓരോന്നോരോന്ന് എടുത്തത് നമുക്കത് വേറെ വേറെ ആൾക്കാരാണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം. ജസ്റ്റ് ക്യാമറയിൽ കാണിച്ചാൽ മതി, ഒന്നും പറയണ്ട, നിങ്ങള് ഒന്നും പറയണ്ട. ജസ്റ്റ് ക്യാമറയില് ആയിക്കോട്ടെ. ഒക്കെ വേറെ വേറെ ഡിഫറെന്റ് പേരുകളാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി എല്ലാരും വന്ന് ഓരോന്നോരോന്ന് എടുക്കാട്ടാ. എല്ലാതും എടുക്കണമെന്നില്ല, എന്നാലും ഒരു 50 ആണെങ്കിലും നമ്മൾ എടുത്ത് കാണിക്കുകയാണ്. നമ്മളൊക്കെ ഡിഫറെന്റ് പേരുകളാണ് ഇതില് സെറ്റ് ചെയ്തിരിക്കണേ. വാ ഒക്കെ ഡിഫറെന്റ് പേരുകളാണ്. അതെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലേ? അതെ, ഇതൊക്കെ നമ്മള് ഓക്കെ. അപ്പൊ ഇതൊക്കെ വിലപ്പെട്ട സംഭവങ്ങളാണ്. ഇനി അതെ, ഇത് വേണം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്തോ. ഇനി എടുത്തു വെക്കും മോനെ. അപ്പൊ ഇതിന്റെ സന്തോഷത്തിന്റെ പേരിലായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിരിയാണി, അത് ഇവിടെ ഉണ്ട്. പിന്നെ മറ്റേ കുട്ടിയുടെ പേര് വിന്നറായതിന്റെ പേരെന്താ? ഷാജന കുട്ടി വേഗം റെഡിയാക്ക. ബിരിയാണി ഒതുങ്ങുന്നതല്ല ഞങ്ങള്. പിന്നെ കസ്റ്റമർ അറ്റൻഡ് ചെയ്ത ഈ ഒരു കുട്ടിയാണ്. ആൾക്കൊരു താങ്ക് യു മസ്റ്റ് ആണ്. സന്തോഷായി. ഓക്കെ, അപ്പൊ ഇനി കുറെ ഓണം വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇനി ഷോപ്പ് ഇട്ടവർക്കുള്ളത് അവർക്കൊക്കെ പുതിയ വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഓണം കളക്ഷൻ റെഡിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ ഓരോരോ കളക്ഷൻസ് ആയിട്ട് തുടങ്ങാം. എന്തായാലും ഈ ഒരു ദിവസത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. ഇന്ന് ജൂലൈ 20 പക്ഷെ ചിലപ്പോൾ ഞാൻ ജൂലൈ 21 അല്ലെങ്കിൽ 22 ആയിരിക്കും ഈ ഒരു വീഡിയോ ഇടാം. വീഡിയോ റെക്കോർഡാണ്. പുറമെയുള്ള ആൾക്കാർ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ എടുത്തത്. ഓക്കെ, എല്ലാവരും വീണ്ടും പർച്ചേസ് ചെയ്യുക. അടുത്ത വർഷവും നമ്മൾ ഇതുപോലെ ഷോപ്പ് തരും. ആ അടുത്ത ഭാഗ്യശാലിയാവാൻ എല്ലാവരും മൈഫാബിലും പ്രിൻസ് സാൻഡൈസിലും വന്ന് പർച്ചേസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കളക്ഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ മൈ ഫാബിലത്തെ അല്ലെങ്കിൽ പ്രിൻസ് ആൻഡ് ഡൈസിലത്തെ നമ്മുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻ 2025 ഓണം സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. ഈ വർഷം ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഇതാണ്. ആക്ച്വലി ഇത് ഹാൻഡ്ലൂം കോട്ടണില് പാനൽ കട്ട് വിത്ത് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള, അതുപോലെ ഇവിടെ പൈപ്പിംഗിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ കളേഴ്സ് റീസണബിൾ പ്രൈസ്. ഓ, ഇതിൽ കളർ ഇങ്ങനെ മാറും. കളറില്ല, ബന്ദിയാണ് ഓണത്തിന്റെ ഫ്ലവർ, അതുകൊണ്ട് ബന്ദിയാണ് ഫ്ലവർ. മാരിഗോൾഡ്. അപ്പൊ ആ ഒരു ഡ്രസ്സിന്റെ പേര് മാരിഗോൾഡ്. പേരിടലും കഴിഞ്ഞ പേരക്കുണ്ട്. അപ്പൊ ഒരു കൊല്ലം ഇപ്പൊ പുതിയ കളക്ഷൻസ് വന്നാണ്. അപ്പൊ ഇതാണ് ഒരു എക്സ്ക്ലൂസീവ്. ഒന്ന് തിരിഞ്ഞ് ബാക്കും ഫ്രണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി. ടോപ്പ് മാത്രമല്ലല്ലോ, ഓൺലി ഫ്രോക്ക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ചുരിദാർ സെറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഇടാം. ഇതാണ് ബോട്ടം ദുപ്പട്ടയൊക്കെ ഇവിടെ ഉണ്ട്, വേണ്ടവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം. സ്വന്തം മോളെയാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് കാണിച്ചത്. ഇനി അങ്ങോട്ട് മോളൊന്നും മാറുന്ന ഇനി നമ്മള് കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട്. ഇത് ഓണം കളക്ഷൻ ആണ്. കോട്ട് സെറ്റ്, ഇപ്പൊ കോട്ട് സെറ്റ് ആണല്ലോ ട്രെൻഡ്. അതുകൊണ്ട് ലൂസ് ആയിട്ടുള്ള ബോട്ടും ടോപ്പും വേണ്ടവർക്ക് ദുപ്പട്ട ഇടാം. ഞാൻ ദുപ്പട്ട ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ദുപ്പട്ടയല്ല, ദുപ്പട്ട ഇവിടെ അവൈലബിൾ ആണ്. വേണ്ടവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം. പിന്നെ നെക്കിന്റെ ഡിസൈൻസ് ഇങ്ങനെ ഹാൻഡ് വർക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലേ? ഇത് ഓൾറെഡി ഇപ്പൊ റെഡി സ്റ്റോക്ക് ഇതാണ്. പിന്നെ അടുത്തതിലേക്ക് മാറി വരും. എല്ലാം കൂടി കാണിക്കില്ല, ഇവിടെ വന്ന് കാണണം. ഇനി ഇത് പ്ലെയിനില് ഹാൻഡ് വർക്ക് ആണ്. ഇനിയിപ്പോ പ്ലെയിൻ വേണ്ട, നമുക്ക് ചെക്കിലേക്ക് വേണമെങ്കിൽ ചെക്കും വീനക്കും കോളറിൽ വർക്കും മുല്ലപ്പൂക്കെ വെച്ച് ഓണത്തിന് ഇങ്ങനെ അല്ലേ? ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ ബോട്ടം ഇട്ട് പെയർ ചെയ്യാം. ഓക്കെ, ബോട്ടം ഇവിടുന്ന് കിട്ടില്ലേ? ബോട്ടം ഉണ്ട്, ബോട്ടം എല്ലാ ടൈപ്പ് ബോട്ടംസും ഉണ്ട്. പക്ഷെ ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് കേട്ടോ. ടോപ്പ് വേറെ ബോട്ടം വേറെ ആണ്. അപ്പൊ ഇതിലേക്ക് ഗ്രീനോ മറൂണോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് പെയർ ചെയ്യാം. അപ്പൊ ബോട്ടം ഇവിടെ ഉണ്ട്, ടോപ്പ് ഇവിടെ ഉണ്ട്. ഇനി ഓരോന്ന് അടുത്തതായിട്ട് വാ. ഇനി ടോപ്പ് വിത്ത് ടോപ്പ് രണ്ട് സ്കേർട്ട് വന്നേ. 2 വെറൈറ്റി സ്കേർട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് നോർമൽ സ്കേർട്ട്, നോർമൽ സാധാ സ്കേർട്ട്, പഫ് സ്ലീവ് ബ്ലൗസ്, ഫുള്ളി വർക്ക്, ഹാൻഡ്ലൂം വർക്ക്. ഇത് പാനൽ നിന്ന് അകന്നു പോകാത്ത ഫ്ലീറ്റഡ് സ്കേർട്ടാണ്. ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ വയറൊന്നും നിൽക്കാതെ നല്ല വൃത്തിയായിട്ട് നിൽക്കും. അതിലേക്ക് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ്. ഈ വർഷത്തെ കളർ ഓറഞ്ച് കളറാണ്. അപ്പൊ ഇതിൽ കളേഴ്സ് ഉണ്ട്, ബ്ലൂ, വൈൻ, ഗ്രീൻ. റാക്കൊക്കെ ഒന്ന് നോക്കിക്കോ. അങ്ങനെ ഒരു 4 കളർ 5 കളർ എന്തായാലും 8 കളർ. ഈ 8 കളർ എടുക്കണം.
ഈ വേണ്ട, അവരവർക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. അത്രയും ചോയ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ സൈസസ് എങ്ങനെയാ വരുന്നത്? M2 XXL അങ്ങനെയല്ല, 20 മുതൽ കിഡ്സിന് 3 വയസ്സ് മുതൽ എത്ര വലിയ അളവ് വേണമെങ്കിലും ഉണ്ട്. ടീനേജിനുണ്ട്, വലിയവർക്കുണ്ട്, കിഡ്സിനും ഉണ്ട്. അപ്പൊ അടുത്ത കളക്ഷൻ പോയിട്ട് അടുത്ത കളക്ഷൻ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഒരു 40 വെറൈറ്റി ഇപ്പൊ റെഡിയാണ് ഇവിടെ. 40 വെറൈറ്റി ഉണ്ട്. അതിൽ നിന്ന് ഓരോരോ വെറൈറ്റികൾ, അതിന്റെ ഹാൻഡ് വർക്കിന്റെ വെറൈറ്റികൾ നോക്കിയാൽ ഇതിലിപ്പോ സിൽവറിലാണ്. ഇതാകുമ്പോ ഒത്തിരി കളർഫുൾ ആയിട്ട് റെഡില് കൊടുത്തിട്ടുണ്ട്, ഗോൾഡനില് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് പ്ലെയിനിലാണ് ഇത് വരുന്നത് അല്ലേ? പ്ലെയിനില്. ഇത് പ്ലെയിനില് വർക്ക് ചെക്കിലുണ്ട്, സ്ട്രൈപ്പിലുണ്ട്. അതെ, വാ ടോപ്പിന്റെ ആൾക്കാർ ഓടി വാ. വെറൈറ്റികൾ കാണിക്കാം. ഒന്ന് നിരന്ന് നിന്നപ്പോ എല്ലാ ടോപ്പുകളും ലൈവ് ആയിട്ട് കാണാം. ഇത്രയും വെറൈറ്റീസ് ടോപ്പിൽ മാത്രം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതില് അങ്ങനെ നമ്മളും ഉണ്ടല്ലോ ഇതിൽ പെടൂലേ. ഇത്രയും വെറൈറ്റീസ് പ്ലെയിനിലും ചെക്ക് സ്ട്രൈപ്പ് ഇങ്ങനെ 3 ഇതില് ഡിഫറെന്റ് പാറ്റേൺസ്, ഡിഫറെന്റ് വർക്ക്സ്, കോളറും എന്നിട്ട് നെക്കിന്റെ പാറ്റേണും വ്യത്യാസമുണ്ട്. നെക്കിന്റെ ലൈനും ഡിഫറൻസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മീഡിയം മുതൽ 5XL വരെ. 5XL വരെ, മീഡിയം മുതൽ 5XL വരെ ഉണ്ട്. ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. യൂണിഫോമിൽ അങ്ങനെ ഒറ്റയ്ക്ക് ദുപ്പട്ടിട്ട് നിൽക്കണ്ട, ദുപ്പട്ട മാറ്റിയ മോളെ കേട്ടോ. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. ഇതാണ് നമ്മുടെ ഓണം കളക്ഷൻ. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഹിന്റ് മാത്രം തന്നിട്ടുള്ളൂ. ഇതിനേക്കാളും കുറെ കൂടി സംഭവങ്ങൾ നമ്മുടെ റാക്കിലുണ്ട്. ഇതൊക്കെ കാണണമെങ്കിൽ എങ്ങോട്ട് വരണം? ഡയറക്റ്റ് മൈ ഫാബ്, നമ്മുടെ സ്വന്തം എറണാകുളത്ത് അല്ലേ. ഏറ്റവും പുതിയ കളക്ഷൻ മാത്രം, പുതിയ ഷോപ്പ്. ഇനി ഇതൊന്ന് നിലത്തേക്ക് വെറുതെ ഇട്ട്. ഇനി ഞങ്ങൾ ഇതുപോലെ സാരീസും ഇട്ടിട്ടുണ്ട്, കാര്യമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സാരീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണോ? ഓണം സെറ്റ് സാരി ഉണ്ട്, ധാവണി ഉണ്ട്, ഷോള് വരുന്ന സ്കേർട്ടും ടോപ്പും ഷോളും ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഇതൊക്കെ എടുത്ത് ഒക്കെ സ്കേർട്ടും ടോപ്പും ഷോളുകള് ധാവണിയായിട്ടും ഷോളായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇത് പല കളർ ഡാസിലുള്ള ധാവണിയായിട്ട് ചുറ്റാം, ഷോളായിട്ടും ഇടാം. ഇങ്ങനെ കളർ മാറുന്ന അനുസരിച്ച് ഡാസിലായിട്ടുണ്ട്. ഓക്കെ, പിടിപ്പിച്ചിട്ട് അതിന് കളേഴ്സ് ഡിഫറെന്റ്. ഇതിലിപ്പോ ഇഷ്ടമുള്ളത് എങ്ങനെ വേണമെങ്കിലും അങ്ങനെ എടുക്കാം, ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം. കസ്റ്റമറുടെ ഇഷ്ടമാണ്. പിന്നെ വീണ്ടും പറയാണ്, കടക്കാർക്ക് അതുപോലെ തന്നെ ഇപ്പൊ പുതിയതായിട്ട് കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം, റീസെൽ ചെയ്യാം. അതുപോലെ കുറെ നമ്മുടെ ഷോപ്പില് ബില്ലുള്ള എല്ലാവർക്കും ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊരു കളക്ഷൻ ആയില്ലേ. ഇനി ഇതെന്താ സംഭവം? ഇത് കാണിക്കുന്നത് ഇത് കിഡ്സിന്റെ ഓണം കളക്ഷൻ ആണ്. കഴിഞ്ഞ വർഷം കിഡ്സിന്റെ ഈ ഓണത്തിന് സമയത്ത് ഇവര് വെറൈറ്റി ഇറക്കാറുണ്ട് കേട്ടോ. കളേഴ്സ് നോക്കിക്കോ, നല്ല ഫ്ലെയർ ഉള്ള കളേഴ്സ് ഉണ്ട്. എല്ലാ കളേഴ്സും കൂടി കാണിക്കാം. ഇപ്പൊ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആട്ടോ. ഇത്രയും അല്ല, ഇനിയും ഉണ്ട്. ഒരു ഗ്രീനും കൂടി ഉണ്ട്. 4 കളർ ഷെയ്ഡ് ഉണ്ട് അല്ലെ. നല്ല കളേഴ്സ്. അതിന്റെ ടോപ്പിന്റെ വർക്കും വ്യത്യാസം വരുന്നുണ്ട്. ടോപ്പിന്റെ കളേഴ്സും ഡിഫറെന്റ് ആണ്. വേറെ മോഡൽസ് ഉണ്ട്, പക്ഷെ എല്ലാ മോഡലും നമ്മളിവിടെ ഇപ്പൊ കാണിക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ. ഇത് സൈസസ് എങ്ങനെയാ? ബോർഡുകൾ കാണിക്കാം. ഇത് സൈസസ് എങ്ങനെയാ വരുന്നത്? 20 മുതൽ 30 വരെയാണ്. 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെ. പിന്നെ നെക്സ്റ്റ് അളവ് 32 മുതൽ 36 വരെ, അങ്ങനെ ടീനേജിന്. പിന്നെ വലിയ അളവ്. ഇനി ഇത് കളറിൽ വരുമ്പോ എങ്ങനെയാ? ഇത് കളർ ധാവണിയാണ് ഈ വർഷത്തെ ട്രെൻഡ്. അത് നമ്മൾ കാണിക്കും. കളർ ധാവണി എടുത്ത മക്കളെ വേഗം മഴവില്ല് പോലെ കളറുകൾ. വേഗം പിടിച്ചു നിക്ക്, എന്നാലാണെന്നോ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയല്ലോ. ഇത് സെമി സ്റ്റിച്ചഡ് അല്ലേ? സെമി സ്റ്റിച്ചഡ്. ഇതില് ഇതാണ് ബ്ലൗസ്, ഉള്ളില് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ ഇത് ഞാൻ വെച്ചു തരാം, വെച്ചോളൂ. ആഹാ, കണ്ടോ? ഇത് സാരി ആയിട്ട് വേണമെങ്കിൽ സാരി ആയിട്ട് ഇടാം, വെറുതെ ദുപ്പട്ടയായിട്ട് ഇടാം. ഇതിന്റെ കളേഴ്സ് നോക്കാം നമുക്ക്. ഇതിലും ഇഷ്ടമുള്ള കളർ ഇത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇത് യൂണിഫോമിൽ വേണമെങ്കിൽ എങ്ങനെ എടുക്കാം. പ്ലെയിൻ ഉണ്ട്, ബൂട്ടാസ് ഉണ്ട്. കണ്ടോ, 2 ടൈപ്പ് ആണത്. ദുപ്പട്ട സിൽക്കില് ഡോള ധാവണിയുള്ളതാണ്. സോഫ്റ്റ് സിൽക്ക് ആണ് ഇത്, മെറ്റീരിയൽ സിൽക്ക് ആണ്. പിന്നെ അതിന് പറയാനുണ്ട്, ഇതിന്റെ അടിയില് നമ്മള് സാരി ഫോള് പോലെ ഫാള് വെച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് അടിവശം അത് പ്രത്യേകമായിട്ട് കാണിക്കണം. പ്ലീറ്റ്സ് അകന്നു പോകാതെ വൃത്തിയായിട്ട് നിൽക്കും. നമ്മൾ ഡെമ്മിൽ ചെയ്തിട്ടുണ്ട്. ഫ്ലീറ്റ് നല്ല വീതി, പിന്നെ അത്യാവശ്യം വലുപ്പത്തിലും ഉണ്ട്. ബോർഡർ അല്ലേ? ബ്ലൗസ് ഇത് ഈ പ്രാവശ്യം ഈ വർഷത്തെ ഓണം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കളർ ധാവണിയാണ്. ഒരു മെറൂൺ ഉണ്ട്, ഇനി മെറൂൺ ഉണ്ട്, പിന്നെ ഗ്രീൻ യെല്ലോ ആണെങ്കിൽ യെല്ലോ മെറൂൺ ഉണ്ട്, യെല്ലോ ഗ്രീൻ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു കളക്ഷൻസ് കൂടി. ഇനി ഈ ഗ്രീൻ ഉണ്ട്, എടുക്കാൻ മറന്നില്ലേ? ഇത് പിടിച്ചോ.
ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്. അപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സ് ഉണ്ട്. അതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബൂട്ട വർക്കിനും വ്യത്യാസങ്ങളുണ്ട്. പ്ലെയിനും ഉണ്ട്. ഇത് പ്ലെയിൻ. അതെ, ഗ്രീൻ ഒക്കെ പ്ലെയിൻ ആണ്. ഈ ഗ്രീൻ എന്ന് വെച്ചാൽ പ്ലെയിൻ ആണെങ്കിൽ അതിൽ ബൂട്ട വർക്ക് വേറെ വരുന്നുണ്ട്. ഒക്കെക്കും വ്യത്യാസം. വലുത് ബൂട്ട, ചെറുത് ഡയമണ്ടിന്റെ ഉണ്ട്, സ്ക്വയറിൽ വരുന്നുണ്ട്. പിന്നെ ഒക്കെക്കും പ്രത്യേകത എന്ന് പറയാനായിട്ട് വലിയ ബോർഡർ വർക്ക് ആണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കോൺട്രാസ്റ്റിലാണ് ധാവണിയേറ്റി സുന്ദരിയാവും. അതെ, ഇത് ഓണത്തിന് മാത്രമല്ല, അല്ലാത്ത സമയത്ത് കല്യാണങ്ങൾക്ക് അങ്ങനത്തെ ഫംഗ്ഷന് പോകുമല്ലോ. ഓണം കഴിഞ്ഞ കല്യാണമാണ്. അപ്പൊ വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം. യൂണിഫോമിൽ പർച്ചേസ് ചെയ്യാം. നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. ഒരേ കളർ വേണ്ടവർക്കൊക്കെ വിളിക്കാം. 10-12 ധാവണി ഒരേ കളറിൽ ഒരുപോലെ വേണ്ടവർക്ക് നമ്മൾ കൊടുക്കും. ഷോപ്പ് അല്ലെങ്കിലും യൂണിഫോം ആയിട്ട് ധാവണി വേണ്ടവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ തരുന്നതാണ്, അതിൽ വിളിക്കുക. നമ്പർ ഇവിടെ സ്ക്രീനിലുണ്ട്, വിളിച്ചാൽ ഓക്കെ. ഓണം കളക്ഷൻ എല്ലാം യൂണിഫോം അവൈലബിൾ ആണ്. ഈ ധാവണിയല്ല നമ്മള് ഈ ധാവണിയാണ് ഈ വർഷത്തെ ട്രെൻഡ് ധാവണി. ഇപ്പൊ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്നത്. ഇത് കൂടാണ്ട് ഇപ്പുറത്ത് കാണിക്കുന്നതും ധാവണി തന്നെയാണ്. പിന്നെ മൊത്തത്തിൽ ഇതൊക്കെ ഓണം കളക്ഷൻ, എല്ലാം ഓണം കളക്ഷൻ സ്റ്റൈൽ എത്ര വലിയവർക്കുണ്ട്. ഒരു വെസ്റ്റേൺ ഓണം. ഇതല്ലാണ്ട് ഇപ്പുറത്തെ സൈഡും ഇത് മറ്റേ ധാവണിയുടെ മുകളിലത്തെ ബ്ലൗസ് സ്കേർട്ട് ആയിട്ട് ഇടാം, ഷോൾ ആയിട്ട് ഇടാം, ധാവണി ആയിട്ട് ഇടാം. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ളത് ഒരു അംഗ്രക്ക സ്റ്റൈലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് സ്റ്റൈലുള്ളത്. ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോറും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ആക്ച്വലി ഇവിടെ കസ്റ്റമർ വന്നപ്പോഴാണ് നമ്മൾ പുറത്തേക്ക് ചാടിയത്. കസ്റ്റമേഴ്സ് വന്നും പോയി ഇങ്ങനെ നിൽക്കാണല്ലോ. എന്തായാലും രണ്ടാളവിടെ ഉണ്ട്. അവരൊന്ന് റിവ്യൂ നമുക്ക് ചോദിച്ചാലോ? കിട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, തരുമോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. അവർക്ക് അവരുടെ ഫേസ് കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അപ്പൊ അവര് അവിടെ പർച്ചേസിങ് കാര്യങ്ങൾ നടക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇതാണ് നമ്മുടെ ഫ്ലോർ. ഈ ഫ്ലോറിൽ എന്താ ഇതിപ്പോ നമ്മള് ഓണാണെങ്കിൽ ഓണം മാത്രമല്ലല്ലോ, കോട്ടൺസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് മൊത്തം കോട്ടൺ. ഇത് കോട്ടൺ, എവിടെ കോട്ടൺ, ഇതെല്ലാം കോട്ടൺ കോട്ട് സെറ്റ് ഇരിക്കുന്നത്. ഇതൊക്കെ റീസണബിൾ പ്രൈസ് ആണ്. എന്ന് വെച്ചാൽ ഓണത്തിന് ഭയങ്കര റേഞ്ച് ഒന്നും വേണ്ട, വളരെ ലോ പ്രൈസിലുള്ള 2 പീസ്. ഇതല്ല നമ്മള് നമ്മുടെ ടാസൽസ് ധാവണി. സെപ്പറേറ്റ് ആയിട്ടും കിട്ടും, ധാവണിയോട് കൂടി സെറ്റ് ആയിട്ട്. കോട്ടന്റെ 3 പീസിന്റെ കളക്ഷൻ സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ് കേട്ടോ. റേറ്റ് ഒന്നും പറയരുതെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഭയങ്കര ലോ പ്രൈസ് വരുന്ന പ്യൂർ കോട്ടൺ. ജയ്പൂർ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, ജയ്പൂർ കോട്ടൺ. ഇതിലെ പ്രിന്റ്സ് ഇങ്ങനെ ആണ്. ഇതെല്ലാം ഇത് ഫുൾ ഇത്രയും കളേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ കളേഴ്സിലുണ്ട്. ഇനിയും ഗോഡൌണിലുണ്ട്. 4 ഫ്ലോർ ആട്ടോ ഇത്. ഓൾറെഡി നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒന്നും വെറുപ്പിക്കുന്നില്ല അല്ലേ, എല്ലാം കാണിച്ച് വെറുപ്പിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ കളക്ഷൻസ് നോക്കുക. ഒരു പിങ്കില് വരുന്നുണ്ട്, ഇതിലും വിത്ത് ദുപ്പട്ട അടക്കമാണ് വരുന്നത്. ഇത് എപ്പോഴും ഇങ്ങനെ നോക്കി പല പ്രിന്റ്സ് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ജയ്പൂരി കോട്ടണിലാണ് വരുന്നത് കേട്ടോ എല്ലാതും. ഇത് ഏത് ഓണമല്ലായിരുന്നെങ്കിൽ ഞാൻ ചേച്ചിക്ക് ഇങ്ങനത്തെ മൽമലായിരുന്നു ഇടാൻ തരുള്ളൂ. ഭയങ്കര കംഫർട്ട് അല്ലേ? കംഫർട്ട് ആണ്. നമുക്ക് ട്രാവലിംഗിന് കുറച്ചുകൂടി, കാരണം ഞാൻ കൂടുതൽ ട്രാവലിംഗ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ നോക്കിയെടുത്തരാം. പിന്നെ ഇടണമല്ലോ. അതെ, പിന്നെ ഓണത്തിന് എല്ലാരും കൂടെ നിൽക്കുമ്പോ ഓണം ഇട്ട് നിൽക്കണ്ട. അപ്പൊ അതെ, ഇത് 3 പീസിന്റെ ഒരു കളക്ഷൻ. ഇതാണ് നമ്മൾ പറഞ്ഞ മൽമൽ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് കംഫർട്ടബിൾ. പിള്ളേർ ഇങ്ങോട്ട് വാ. ഇതാ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട്. ആരെയും ഫാൻ നമ്മുടെ എക്സ്ക്ലൂസീവ് കളർ ആയിട്ടുള്ള വയലറ്റ് കളറും റസ്റ്റ് കളറും അത് ഞങ്ങൾ കാണിക്കും. എത്ര കളർ ഷെയ്ഡ് ഉണ്ട്? അതെ, ട്രാക്കിൽ ഫുൾ ഉണ്ട്. ഈ കാണുന്നത് അല്ലേ? ഇതെല്ലാം അതിന്റെ ചോയ്സ് ആണ്. അതില് ചെറിയ ഡിസൈൻസ്, ചെറിയ മോഡൽസ് മാത്രമാണ് ഇപ്പൊ കാണിക്കുന്നത്. അല്ലാത്ത കുറെ വെറൈറ്റി ഭയങ്കര ട്രെൻഡ് ആണ്. ഇത് ഇപ്പൊ ട്രെൻഡ് അല്ലേ ഈ ഒരു വയലറ്റും ആണ് ഈ വർഷത്തെ കളറും തന്നെയല്ല ഈ മോഡലും. ഭയങ്കര മല്ലല്ലേ, മല്ലിന്റെ നല്ല സോഫ്റ്റ് മല. ഇതിന്റെ പ്രത്യേകത ദുപ്പട്ട. അതെ, നല്ല വലിയ ദുപ്പട്ട. എല്ലാവർക്കും ഏറ്റവും പരാതി ദുപ്പട്ടയ്ക്ക് ലെങ്ത് ഇല്ല. നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ട. ചിലർക്ക് ദുപ്പട്ട വേണ്ട, ചിലർക്ക് വേണം. ഓണത്തിന്റെ കൂടെ ഓണം മാത്രമല്ല, കോട്ടൺ കളക്ഷന്, സെമി പാർട്ടി വെയർ കളക്ഷൻ. ഇതൊക്കെ കോട്ട് സെറ്റ്. 2 പീസും 3 പീസും. ഇത് 2 പീസ് കേട്ടോ, വിത്ത് പാന്റ് അടക്കം. പിന്നെ ഇതിനൊക്കെ കുറെ കളർ വിത്ത് ലാവൻഡർ. ഇത് 3 പീസാ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ ഇതിന്റെ വേറെ ഒരെണ്ണം കാണിച്ചിട്ട് അതിനുവേണ്ടി എത്ര സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്ന് ചേച്ചി ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട ആൾക്കാർ. കടക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു പീസായിട്ട് ചോദിക്കരുത്. പിന്നെ റീസെൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റീസെല്ലിംഗ് ഓപ്ഷൻ ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്. എല്ലാവരും റെഡി ആയിരിക്കാം. നമുക്ക് ഇതൊക്കെ വിൽക്കണം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് വിളിച്ചാൽ മതി. അപ്പൊ ആ റീസെൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ല, പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിട്ടോ. ഇത് 3 പീസിന്റെ ഒരു കളക്ഷൻ. അടുത്ത വർഷത്തെ ഷോപ്പിന്റെ വിന്നർ ആവാൻ വേണ്ടിട്ട് ഇപ്പൊ മുതൽ ഞങ്ങളുടെ ഫാമിലിയിൽ അംഗമാവുക. അതെ, ഓണത്തിന് പാർട്ടി വെയർ വേണമെങ്കിൽ
ഇത് അടിപൊളി ഒരു പീസ. ഇത് ഓണത്തിനും ഇടാം, ഓണം കഴിഞ്ഞ സെമി പാർട്ടി വെയർ, ബനാറസി ദുപ്പട്ടയൊക്കെ ഉള്ള സെമി പാർട്ടി വെയർ. ഇത് വിത്ത് ദുപ്പട്ട 3 പീസിന്റെ ഒരു കളക്ഷനാണ് വരുന്നത് കേട്ടോ. വേറെ വർക്കിലുണ്ട്. ഇതാണ് ഇതിന്റെ വേറെ പാറ്റേൺ. കാണിച്ചോ, ഇങ്ങനെ ഇട്ടാലേ ഇതിന്റെ ലുക്ക് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഇതിന്റെ വിത്ത്. ഇത് സ്ലീവിലും ഇതുപോലെ വർക്ക് ഉണ്ട്. ഫുൾ ഹാൻഡ് വർക്ക് ആണ്. ഇനി ഇത് തന്നെ നമുക്ക് വൈറ്റില് വേണ്ട, നമുക്ക് ഒരു കളർഫുൾ ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ ഒരു കളർഫുൾ ആയിട്ടുള്ള മോഡലും ഉണ്ട്. റെസ്റ്റ് ഉണ്ടോ? ഫേവറേറ്റ് കളറാണ് പിങ്ക് അല്ലേ? എന്റെ ഫേവറേറ്റ് ആയിട്ട് ലൈസ് ആണ് ഇട്ട് കഴിഞ്ഞാൽ ഈ കളർ ഇട്ട് ഭയങ്കര ബ്രൈറ്റ് ആണ്. പിന്നെ മേക്കപ്പിന്റെ ആവശ്യമില്ല. ശരിയാ, ലുക്കാണ്. ഫസ്റ്റ് വീഡിയോയിൽ ഈ കളറാണ്. ഈ കളറാണ്. അതെ, ആ ഡ്രസ് എത്ര ഇവിടെ വിറ്റേന്ന് അറിയോ? ഫസ്റ്റ് വീഡിയോയിൽ ഈ കളറാണ് ഇട്ടെന്ന്. പക്ഷെ പേഴ്സണലി എനിക്ക് ഇത് ഇഷ്ടമായത് നമ്മുടെ ആരിട്ടാലും ആ ഒരു സ്കിൻ കളർ ബ്രൈറ്റ് ഫീൽ ചെയ്യൂട്ടോ. ഗ്രീൻ കളർ, ഇതും ഇപ്പൊ ഈ കളർ ട്രെൻഡിൽ നിൽക്കുന്നതാ കേട്ടോ. അതിലും ഇത് ഫുള്ള് പാർട്ടി വെയറില് ഹാൻഡ് വർക്ക് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. വർക്ക് 3 പീസിന്റെ ഒരു കളക്ഷൻ ആണ് കേട്ടോ. അത് എന്ന് വെച്ചാല് അഫോർഡബിൾ പ്രൈസ് ഉള്ള പാർട്ടി വെയർ ആണ് കേട്ടോ. ഇത് 3 പീസ് പ്രൈസ് ആണ്. പക്ഷെ 3 പീസ് എത്ര പീസ് എത്ര ഇത് വേണം നോക്കിയാൽ ഈ കാണുന്നത് മൊത്തം അതിന്റെ ഡിഫറെന്റ് കളേഴ്സ്, ഡിഫറെന്റ് വർക്ക്സ്. വയലറ്റ് ഭയങ്കര ട്രെൻഡ് ആണ്. വയലറ്റും പിടിച്ചോ. ഇതൊരു വേറെ ഒരു വെറൈറ്റി കേട്ടോ. ഒരു വർക്ക് വന്നിട്ടുള്ളത് കുറച്ചുകൂടി കൂടിയ വർക്ക് ടൈപ്പ്. നമുക്ക് അത് ഇടണം. കുറച്ചുകൂടി ചെയ്തിട്ടില്ലാത്തൊരു അല്ല, ഈ സൈഡ് ഇങ്ങനെ വർക്ക് വന്നിട്ടല്ലേ. വയലറ്റും ഓറഞ്ചും നമ്മൾ ചെയ്തിട്ടില്ല. ആ ഡിഫറെന്റ് കളർ പിടിക്കാന്ന് അല്ലേ. പക്ഷെ ഓണത്തിന് ഇപ്പൊ ഇതല്ലേ പറ്റുള്ളൂ. 2 മാസം കഴിയുമ്പോ അടുത്ത വീഡിയോ വരും. അടുത്ത കളക്ഷൻ. ഈ കളർ എനിക്ക് ഇഷ്ടമായി. കണ്ടോ, നല്ലൊരു കളറല്ലേ. അപ്പൊ ഇതൊരു പാർട്ടി വെയറിലുണ്ട്. കോട്ടണിന് വേണ്ടിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. ഭയങ്കര റേറ്റ് ആണെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. വളരെ ചെറിയ ലോ പ്രൈസ് മുതലുണ്ട്. പ്രൈസ് പറയാൻ പറ്റില്ലാത്തോണ്ടാണ് പറയാത്തത്. ഓക്കെ, ഇത് കൂടാണ്ട് ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഇവിടെ ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. കോട്ടൺ 2 പീസ്, 3 പീസ്, പാർട്ടി വെയർ, വെസ്റ്റേൺ വെയർ, ജീൻസ്, ബോട്ടംസ്, ഓണത്തിന്റെ എല്ലാ കളക്ഷൻസും, ജെന്റ്സിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ഓണം കളക്ഷൻ, മുണ്ട് വിത്ത് ഷർട്ട്. അതിവിടെ ബണ്ടിൽ പൊട്ടിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. അതുകൂടി അവൈലബിൾ ആണ്. ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓൺലി ലേഡീസിന്റെ ടോപ്പ് മാത്രം വെച്ചു. ഇപ്രാവശ്യം നമുക്ക് ഫാമിലി കസ്റ്റമർ ഉണ്ട്. അത് പിന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് ഇട്ട് നോക്കിയപ്പോ എല്ലാവർക്കും ഇതാണ്. അപ്പൊ എല്ലാരും വരിക, കാണുക. ഞങ്ങളുടെ ഷോപ്പിന്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. കുറെ ആളുകളൊക്കെ ഓർഡർ തന്നിട്ടുണ്ട്. അവർക്കൊക്കെ അറിയാം. വേണ്ടവര് ഞങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിൽ വരിക. അങ്ങനെ എന്നുവെച്ചാല് മുണ്ടിന് മാച്ചായ ഷർട്ട്, ഡിസൈനർ ഷർട്ട്, ഡിസൈനർ മുണ്ട്. ഇത് നമ്മളിപ്പോ ബണ്ടിൽ പൊട്ടിച്ചിട്ടില്ല. യൂണിഫോമിൽ ആവശ്യമുള്ളവർക്കെല്ലാം നമ്മൾ കൊടുക്കും. ലീക്കായി പോകും. അതുകൊണ്ട് ആവശ്യമുള്ളവര് മാത്രം വിളിക്കുക. അവർക്ക് നമ്മൾ പിക്ചർ ഷെയർ ചെയ്യും. അവർക്ക് ഓർഡർ തരാം. ഇനിയും കാണിക്കാൻ കുറെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ വീഡിയോ ഓഫീസ് കസാരയിലുള്ള കുറച്ച് കളക്ഷൻ ഉണ്ട്. അതുകൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അവിടെ കസ്റ്റമർ ഉണ്ട്. തിരിക്കണ്ട. കസ്റ്റമർ ഉണ്ട്. ആ കസാരയിലുള്ളതും കൂടി ഇങ്ങോട്ട് എടുത്തോ. എല്ലാം എടുത്തോ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടൊരു കോട്ടൺ കോട്ട്. എല്ലാതും എടുത്തോ. കാരണം നമുക്ക് അവിടെ കസ്റ്റമർ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല. ഇത് 2 പീസിന്റെ ഒരു 2 പീസ് റീസണബിൾ. കോംപ്രമൈസ് ചെയ്താ ശരിയായാ? കാണിക്കാൻ റെഡിയായാ? ഫേസ് കാണിച്ചോട്ടെ? വേണ്ട, നോ. നമുക്കിതാ ഇത് 2 പീസിന്റെ ഒരു കളക്ഷൻ വരുന്നത്. ഇതും 2 പീസിന്റെ തന്നെ. നെക്കാണ് അതിന്റെ ഹൈലൈറ്റ്. അഹരങ്ക പോലെ കോളർ വി. കളേഴ്സ് ഉണ്ട് കേട്ടോ. കളേഴ്സ് ഉണ്ട്. യെല്ലോ, ബ്ലാക്ക്, പർപ്പിൾ, 3 കളർ വരുന്നുണ്ട്. അത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. കളേഴ്സ് എടുക്കും കുട്ടികളെ. യെല്ലോ, ബ്ലാക്ക് പോകാനും പറ്റില്ല, അങ്ങോട്ട് പോകാനും പറ്റില്ല. ഉഷാറ്, വേറൊരു ഉഷാറ്, വേറൊരു ലെവലിലാണ് നിക്കളെ. അതെ, ഇന്നത്തെ മൈൻഡ് മൊത്തം മാറി. ഇന്ന് കാണിക്കാനുള്ള ഒരു മൈൻഡിലല്ല, വിന്നറെ തെരഞ്ഞെടുത്തതിന്റെ ആ ഒരു ഹാപ്പിനെസ് ആണ്. ആ ഒരു ഹാങ് ഓവറിലാണ്. ഈ ഒരു കളർ വരുന്നുണ്ട്, ബ്ലാക്കിൽ വരുന്നുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് കോട്ടൺ. ഇത് കാണിച്ചു. അപ്പൊ ഇങ്ങനെയാണ് പാക്കിംഗ് വരുന്നത്. പിന്നെയും കുറെ കളക്ഷൻസ് ഒക്കെ. വയലറ്റിന്റെ കോട്ടൺ ഉണ്ട്. വയലറ്റ് ഭയങ്കര ഇത് ട്രെൻഡാണ്. എല്ലാവരും എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇപ്പൊ വയലറ്റ് ഇപ്പൊ കളർ ഇപ്പൊ വയലറ്റും റെസ്റ്റും ഭയങ്കര ട്രെൻഡാണ്. അതും കാന്തേല് മൽമല് കാന്ത വർക്ക് ചെറുതായിട്ട് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാന്തയുണ്ട്, പിണ്ടക്കുണ്ട്, എംബ്രോയിഡറി ഉണ്ട്. എല്ലാം കൂടി മിക്സ് ആയിട്ട് 3 പീസിന്റെ ഒരു കളക്ഷൻ. ദുപ്പട്ട ഇട്ടിട്ട് ഒന്ന് കാണിച്ചേ. ദുപ്പട്ട നല്ല ലെങ്തി ദുപ്പട്ട, നല്ല ലെങ്തി ആയിട്ടുള്ള പ്രിന്റ്. നല്ല സോഫ്റ്റ് അല്ലേ ചേച്ചി? നല്ല സോഫ്റ്റ് ആട്ടോ. ഇതില് 4-5 കളർ ഉണ്ടാവും അല്ലേ? കളേഴ്സ് ഉണ്ട്. കളേഴ്സ് നമുക്ക് പതിയെ താഴെ കാണിച്ചു കൊടുക്കാം. ഏറ്റവും താഴെ മെറൂണ്, ഓറഞ്ചും കുറച്ചുണ്ട്. മറൂൺ പറയുമ്പോ ഒരു വൈൻ ഷെയ്ഡ് ഇരിക്കുന്നു. വയലറ്റും റെസ്റ്റും ഒരു വൈൻ ഷെയ്ഡ്. അതും ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമുക്ക് പിള്ളേരുണ്ടല്ലോ ഒന്ന് തുറക്കാനും. അതെ, മടക്കി.
ഇതൊരു വൈൻ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. ഇത് ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക്, പിന്നെ സൈഡിൽ കാണുന്നത് മൊത്തം പ്രിന്റ് ആണ് വിത്ത് ദുപ്പട്ട ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ ലേറ്റസ്റ്റ് കളക്ഷൻ ആണ്. ഇതിന്റെ ഒരു ആന ഉണ്ടായിരുന്നു, ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. ആന അത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഓണത്തിന്. ഇത് വേറൊരു കളർ ബോട്ടൽ ഗ്രീൻ ഷെയ്ഡില്. അപ്പൊ കളേഴ്സ് ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ ഐഡിയ കിട്ടിയില്ല എന്തൊക്കെയാണെന്നുള്ളത്. ഇനി ഇങ്ങോട്ട് വായോ, ബാക്കിയുള്ളതൊക്കെ അവര് നേരിട്ട് വന്ന് കണ്ടേ. ഓണം കളക്ഷൻ ഗോഡൌണിലുണ്ട്. അല്ല ഇതൊക്കെ അവിടെ നിക്കട്ടെ. നമ്മള് ഇന്നത്തെ ആഘോഷം ശരിക്കും പറഞ്ഞ പ്രിൻസ് ആൻഡ് ഡൈസ് അവിടെ നിന്നായിരുന്നു തുടങ്ങിയത്. എന്തായാലും ഈ ഒരു കൊല്ലത്തെ ആഘോഷം നമുക്ക് അവിടെ തന്നെ കാണിക്കണം. അവിടെ കാണിച്ച ലാസ്റ്റ് നമ്മൾ അവസാനിപ്പിക്കും. നമുക്കന്ന് അങ്ങോട്ട് പോവാം അല്ലെ. ഓക്കെ, കുറെ കുന്നുകൂടി ഇതെല്ലാം പിള്ളേരുടെ കളക്ഷൻ ആണ്. ഇഷ്ടം പോലെ ബൾക്കായിട്ട് താഴത്തെ ഇതിന്റെ സാമ്പിൾ നമ്മൾ തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വേറെ മോഡൽ. ഇത് വേറൊരു മോഡൽ. ആക്ച്വലി നമ്മൾ പ്രിൻസ് ആൻഡ് ഡൈസിലേക്ക് പോവാൻ പോയപ്പോഴാണ് നമ്മൾ ഗോഡൌണിന്റെ കാര്യം നോക്കിയത്. അപ്പൊ കൂടി എടുക്കുന്നു. അതെ, ഏത് കളർ വേണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലേ. റീറ്റെയിൽ കടയിൽ ഇങ്ങനെ ഇതൊക്കെ നിരത്തി ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഇതാണ് ഫുൾ കളക്ഷൻ. പുതിയ ധാവണി, ഇത് കരിപ്പച്ച ധാവണി കെട്ടായിട്ട് വന്നിട്ടുണ്ട്. ഫുൾ ധാവണിയാണ്. ഈ ബണ്ടലിന്റെ ഉള്ളിൽ ധാവണി ഉണ്ട്, അതുപോലെ തന്നെ മെൻസിന്റെ പൊട്ടിക്കാനുള്ള ബണ്ടലുണ്ട്. എല്ലാതും കൂടി അറേഞ്ച് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ അത് കാണിച്ചേനെ. നല്ല വൃത്തിയിൽ വെക്കുന്നുണ്ട്. ഗോഡൌൺ ആയി ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇതൊക്കെ ഇനി തയ്ക്കാൻ പോകാനുള്ളതും കുറെ ഉണ്ട് അല്ലേ. ഈ കാണുന്ന ഇത് മൊത്തം റോ മെറ്റീരിയൽസ് ആണ്, തുണികള്, ധാവണി. ഇതൊക്കെ ഇനി നിങ്ങൾക്കുള്ളതാണ്, എല്ലാം നിങ്ങൾക്കുള്ളതാണ്. പെട്ടെന്ന് വരിക, എല്ലാരും എടുത്തോണ്ട് പോവാം. ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഷിപ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, പുറത്തേക്കുള്ളവർക്കൊക്കെ കൊടുത്തു തുടങ്ങി. കാരണം നേരത്തെ ഓർഡർ തന്നവരുണ്ട്. കഴിഞ്ഞ വർഷത്തെ വീഡിയോ നോക്കിയിട്ട് ഇത് തരാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് തരൂല, ഇത് തരാം അല്ലേ. അത് കഴിഞ്ഞത് ഫാഷൻ, ഇതിപ്പോ പുതിയ ഫാഷൻ. പ്രത്യേകമായിട്ട് പറയണം കേട്ടോ, 2025 ഓണം കളക്ഷൻ വേണം ഈ വീഡിയോ ഇടാൻ. ഓണം കളക്ഷൻ അടിക്കുമ്പോഴേ പഴയ വീഡിയോ വരുന്നത്. ആക്ച്വലി ഇതില് നമുക്ക് ഓണത്തിന്റെ അപ്ലോഡ് ചെയ്ത ഡേറ്റ് വരെ അതിലുണ്ട്. 2024 അത്. പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. എല്ലാരും പറയുന്നത് വീഡിയോ ഇങ്ങനെ കയറി വരുമ്പോ അത് കാണുമ്പോ ഓണം കളക്ഷൻ എന്ന് പറയുമ്പോ പെട്ടെന്ന് ആൾക്കാർ അന്നത്തെ ഡബിൾ കളർ ധാവണിയെ കണ്ടിട്ട് ആൾക്കാർ അപ്പൊ അതൊരു തവണ കൂടി ഇറക്കി കൂടെ. അതുണ്ട്. അത് നമ്മൾ പുറത്ത് കാണിക്കുന്നില്ല. പക്ഷെ ഉണ്ട് സംഭവം. വൈറ്റ് ധാവണി, വൈറ്റ് ഗ്രീൻ, അങ്ങനെ കുറെ കോമ്പിനേഷൻസ് ഉണ്ട്. എല്ലാം കൂടി നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല, നോർമൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. വിളിച്ചോളൂ, കാണിച്ചു തരും. ഇനി നമുക്ക് പ്രിൻസ് ആൻഡ് ഡൈസ് നമ്മുടെ തുടക്കം അവിടെ നിന്നാണ്. അതെ, ഡൈസ് ഹാർട്ട് ഹൃദയത്തിലേക്കാണ് കിടന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് തുടക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു അതൊന്ന് പറഞ്ഞു കൊടുത്തൊന്ന് പുതിയതായിട്ട്. ഇവിടെ നമുക്ക് ചെറിയ ഷോപ്പ് ആയതുകൊണ്ടും ഇവിടെ ഞങ്ങൾ പ്രീമിയം കളക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടും ഓണം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് മൈഫാബിലാണ്. ഇവിടെ വന്നാൽ മതി, ഇവിടുന്ന് ഞങ്ങൾ മൈഫാബിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ വരാനാണ് എല്ലാവർക്കും എളുപ്പം. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ CSB ബാങ്കിന്റെ ഓപ്പോസിറ്റ് മാർക്കറ്റ് റോഡിന്റെ സെന്ററിലായിട്ട് ജംഗ്ഷനിൽ വരുന്ന ഷോപ്പാണ്. വീണ്ടും വിളിച്ചു ചോദിച്ചാൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. പിന്നെ ചേച്ചി വീഡിയോയിൽ എല്ലാ പ്രാവശ്യവും പറയാറുണ്ട് ഷോപ്പ് എവിടെയാന്നുള്ളത് ലൊക്കേഷൻ ഞാൻ പറയാറുണ്ട്. പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് ഒന്നുകൂടി പറയുന്നത് അല്ലെ. ലൊക്കേഷനൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ഇറങ്ങിയിട്ടൊന്ന് കാണിച്ചിട്ട് പറയാം. ഇനി ഇവിടെ എന്താ ഐറ്റം ഇരിക്കുന്നത്? ഇവിടെ നമ്മള് പ്രീമിയം കോട്ടന്റെ കളക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അത്യാവശ്യം വലിയ പ്രൈസ് ഒന്നുമല്ല, എന്നാലും പ്രൈസ് ഉള്ള ഐറ്റം ആണ്. കുറഞ്ഞതുകൊണ്ട് നമുക്ക് ഏറ്റവും കുറവ് മുതൽ, എന്താ വെച്ചാൽ ബേസിക്കലി വീട്ടിൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രൈസ് മുതൽ നല്ല പ്രീമിയം ഷോപ്പുകാർക്ക് വേണ്ടിയുള്ള ഐറ്റം വരെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്രീമിയം ലെവലുള്ള കോട്ടൺ കൊടുക്കുന്നത് നമ്മളാണ്. പിന്നെ ഇതേ മൊഡാലിന്റെ 3 പീസ് സെറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ വീഡിയോയില് ഇത് ഞാൻ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഒരു ബ്ലാക്കില്. ഒരു ബ്ലാക്ക് ഇത് തന്നെയായിരുന്നോ? ബ്ലാക്ക് ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല. മൊഡാൽ കേട്ടോ. ഇതില് ബ്ലാക്ക് ഷെയ്ഡിലും മൊഡാലാണ്, ബ്ലൂ ഷെയ്ഡിലും ഉണ്ട്. ബ്ലാക്ക് ആൻഡ് റെഡ്, ബ്ലൂ ആൻഡ് റെഡ് അങ്ങനെയൊക്കെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഇതൊരു എന്തെന്ന് പറയാം, ബീറ്റ്റൂട്ട് വിത്ത് മസ്റ്റാർഡ് യെല്ലോ. ഇതില് 2-3 ഷെയ്ഡ് ഉണ്ട് അല്ലെ. ഇതൊരു ഷെയ്ഡ് കൂടി നമുക്ക് ഓൾറെഡി ഇവിടെ ബ്ലൂവും ഇതിന്റെ ആയിരുന്നു ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലാക്ക് ഇപ്പൊ ഇല്ല എന്ന് വെച്ചിട്ട് ഇതിന് ഭയങ്കര ഒരു പ്രൈസ് ഒന്നും അല്ല കേട്ടോ. ബ്ലാക്ക് ഇപ്പൊ ഓൾറെഡി നമുക്ക് സ്റ്റോക്ക് ഇല്ല, എല്ലാ സമയത്തും നമുക്ക് അത് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് മോഡലില് ഇത് കാശ്മീരിയുടെ ഓണം. ഇത് കാശ്മീരി ഓണാണ്. കാശ്മീരി വർക്കാണ് ഇതില്. പിന്നെ പിന്നെ ഓണം കഴിഞ്ഞാലും ആ ഡ്രസ്സ് പിന്നെ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ. ഇങ്ങനെ അപ്പൊ ഒരു കാശ്മീരി സ്റ്റൈലിലാണ് ഇതിന്റെ യോക്ക് വന്നിരിക്കുന്നത്. ക്രോസ് സ്റ്റിച്ച് ആണ് ഇതിന്റെ വർക്ക്. ഫുൾ എംബ്രോയിഡറി സോഫ്റ്റ് മല്ലാണ് ക്ലോത്ത്, നല്ല വർക്കാണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്നത്. അത് പ്രിന്റ് അല്ല. അതുപോലെ തന്നെ ഈ പാന്റിന്റെ അടിയിലും ഈ ഒരു വർക്ക്, ദുപ്പട്ടയും ഫുൾ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ. ഇത് ഓണത്തിനും ഇടാം, ഓണം കഴിഞ്ഞിട്ടും ഇടാം.
അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് നല്ല റസ്റ്റ് കളറിലുള്ള ഈ കളർ ഷെയ്ഡ് പ്രീമിയം കൊണ്ട് ഭയങ്കര റസ്റ്റ്. ആദ്യമൊക്കെ മറൂൺ ആയിരുന്നു, ഇപ്പൊ മറൂൺ വിട്ട് ഇപ്പൊ ഈ ഒരു ഇതിന്റെ ബോട്ടൊക്കെ പ്രത്യേകം കാണിക്കണ്ട കേട്ടോ, നല്ല ബോട്ടാണ്. കാലിട്ട ഇങ്ങനെ വിരിഞ്ഞു പോവില്ല, നല്ല ബോട്ടം അല്ലേ? പ്രത്യേകിച്ച് ഞങ്ങൾ നോക്കണത് ഈ ഒരു ഞങ്ങള് റീറ്റെയിൽ മേടിക്കാൻ പോകുമ്പോ ഏറ്റവും ആദ്യം നോക്കണത് ഇതാണ്. കുഴപ്പമുണ്ടോ, ഇരിക്കുമ്പോ പൊളിയോ? നമ്മള് നല്ല പ്രൈസ് കൊടുത്ത് വാങ്ങിയാലും ചിലപ്പോ ബോട്ടം പോകും. അതെ, അതിലേക്ക് ദുപ്പട്ട വരുമ്പോ നമുക്ക് 2 ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇതും കോട്ടന്റെ മൽമൽ കോട്ടന്റെ ദുപ്പട്ടയാണ് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കോട്ടൺ എല്ലാത്തിനും കുറെ കളക്ഷൻസ് ഉണ്ട്. അവിടെ റസ്റ്റ് ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പൊ കൂട്ടിയിട്ടുണ്ട്. ഇതും നമ്മുടെ റെസ്റ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് വന്നപ്പോ റെസ്റ്റ് ആളുകൾ സ്വീകരിക്കുമെന്നൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് ലിനൻ ആണ് കേട്ടോ ചേച്ചി. ഇത് ബോട്ടാണ് ഇതിന്റെ സ്റ്റൈൽ. ഇതും കാണുന്നത് ഫുൾ ആ ഒരു ക്രോസ് സ്റ്റിച്ചിലാണ് കേട്ടോ ഇത് വരുന്നത്. അതുപോലെ ബോട്ടമിൽ ഇത്രയും വർക്ക് വരുന്നുണ്ട്. ഇതാ ബ്ലാക്ക്, ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടി ഉണ്ട്, ഈ ഒരു ഷെയ്ഡും. പിന്നെ റെസ്റ്റിൽ കുർത്തിയാണ് കേട്ടോ ഇത്. നല്ല സ്റ്റാൻഡേർഡ് കുർത്തിയാണ്. ഒരെണ്ണം പൊളിച്ചല്ലല്ലോ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റുള്ളൂ. റെസ്റ്റ് കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. റെസ്റ്റ് ഭയങ്കര ട്രെൻഡി കളറാണ്. ഇതില് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. പ്രീമിയം ഹാൻഡ് വർക്ക്. അതില് ഫ്രഞ്ച് നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബീഡുണ്ട്. അതെ, ഇതാണ് ഇതിന്റെ വർക്ക്. അപ്പൊ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള. അതിന്റെ എത്ര ഷെയ്ഡ് വരുന്നുണ്ട്? 2 കളേഴ്സ് ഉണ്ട്. കളേഴ്സ് ഒക്കെ നല്ല നല്ല ഷെയ്ഡാട്ടോ. ഇത് നമ്മള് ഡൈ ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ പ്രോഡക്റ്റ് ആണ്. ഇതില് വ്യത്യാസമുണ്ട്. ഈ ഒരു പ്രിന്റും ഈ ഒരു ഡിസൈൻ നെക്കും മാറ്റമുണ്ട്, ആ നെക്കും മാറ്റമുണ്ട്. കോളർ നെക്കാണ് വരുന്നത്. ഇത് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത്യാവശ്യം ഓപ്പൺ ചെയ്യാം. ഇവിടം വരെ വേണമെങ്കിൽ ഫീഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഓപ്പണേബിൾ ആണ്, നമുക്ക് ഫീഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. കുർത്തിയാ. പിന്നെ ഇതൊരു കളർ കൂടി ഉണ്ട്, ഒരു ഓണിയൻ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. അപ്പൊ പ്രീമിയം കുർത്തിക്ക് നമുക്ക് കുറച്ച് നല്ല കളക്ഷൻ ഉണ്ട്. പ്രീമിയം കുർത്തി എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കാണാത്ത പോലെ നമ്മുടെ ഷോപ്പിൽ കയറാത്ത കസ്റ്റമറൊക്കെ ഒന്ന് കയറി നോക്കുക. അതെ, കയറി നോക്കി അവര് തന്നെ കയ്യോടെ എടുക്കായിരിക്കും നല്ലത്. ഇനി നമ്മൾ എടുക്കണം, ഒരെണ്ണം കൂടി എടുക്കണം, ഒരു ഗ്രീനും കൂടി എടുക്കണം. ഇല്ലാത്ത കളർ കൃത്യാവില്ല. എത്ര കാണിച്ചാലും മതിയാവില്ല. അതാണ്. അതെ, ഇത് കുർത്തി മാത്രം അല്ലേ? ഇത് കുർത്തി മാത്രമല്ല, ഇത് എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോർമൽ കുർത്തി അല്ല, നോർമൽ കുർത്തി ഉണ്ട്. ആരും വില കൂടുതലെന്ന് വെച്ചാൽ സാധാരണ ആക്ച്വലി ഇവിടെ റേറ്റ് കുറവ്. നോർമൽ നമ്മുടെ കുർത്തിയൊക്കെ ഇവിടെ ഉണ്ട്, 2 പീസ് ഉണ്ട്. പക്ഷെ പ്രീമിയം ഉണ്ട്. എല്ലാവർക്കും പ്രീമിയം കുറച്ചെങ്കിലും വെക്കാൻ ആഗ്രഹം കാണുമല്ലോ. നല്ല ലിനൻ കുർത്തി, നല്ല ബ്രൈറ്റ് ഷെയ്ഡ്, നല്ല വി നെക്കില്. ചേച്ചിക്ക് ഇങ്ങനത്തെ ഇടാനല്ലേ ഇഷ്ടം? അങ്ങനെ പറയല്ലേ, നമുക്ക് എന്താ ചേരണെന്ന് വെച്ചാൽ അത് നമ്മൾ കംഫർട്ട്. ഇതൊക്കെ നമ്മുടെ സാധാരണ നോർമൽ 2 പീസ് ആട്ടോ. 2 പീസ് സാധാരണ. ഇങ്ങോട്ട് തിരിച്ചോ. ഒരാള് അതെ, ദീപ ചേച്ചിയാണ് അത് മുഴുവൻ വിറ്റിയാളെന്ന് തോന്നുന്നു. ഓടിപ്പോയി എടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് മൊത്തം ഹാൻഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇങ്ങനെ ബാക്കിലാണെങ്കിൽ ഫുൾ പ്രിന്റ്. അപ്പൊ ഇങ്ങനെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ട്. ഇനി നമുക്കൊന്ന് ലൊക്കേഷൻ ഒന്ന് പോയി നോക്കിയാൽ. 2 പീസ് ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ ശർമ്മ ചേച്ചി അത്രയും ഭയങ്കര ഇതെന്റെ കയ്യിലുണ്ട്. ഇട്ടാ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 5XL വരെ 5 കളേഴ്സ് 5 കളേഴ്സിൽ 5XL വരെ. ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, അങ്ങനെ കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി സാധാരണ ഞാൻ വീഡിയോന്റെ ഫസ്റ്റിലാണ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറാറ്. ഈ പ്രാവശ്യം നമുക്ക് ലൊക്കേഷൻ ലാസ്റ്റിലേക്ക് ക്ലിയർ ആയിട്ട് പറയും. എന്നെ എല്ലാരും വിളിച്ച് എപ്പോഴും ചോദിക്കും. അപ്പൊ ഞാൻ ലൊക്കേഷൻ പുറത്ത് പോയിട്ട് പറയാം. എന്തായാലും പോവാം നമുക്ക്. അല്ല, വരുന്നില്ല എന്നെ വിടില്ല എന്നുള്ളത് എന്തൊരു കഷ്ടം നോക്ക്. കഷ്ടല്ല, ആക്ച്വലി ഇതൊരു സന്തോഷമാണ്. നിങ്ങൾക്ക് വേണ്ടി എന്ത് സംഭവമാണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആക്കി കാണിച്ചാൽ. ഇത് ആക്ച്വലി മെറ്റീരിയൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഞങ്ങളുടെ ബ്രാൻഡിന്റെ പരസ്യം ഖാദി കോട്ടൺ ആണ്. ഷെൽമി ചേച്ചിയാണ് ഞങ്ങളുടെ ഷോപ്പിന്റെ പരസ്യം. ഖാദി കോട്ടൺ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിടും. ഇതുണ്ടോ, 1 വർഷം കഴിയുമ്പോൾ എനിക്ക് വിടും. ഇതുണ്ടോ? ഇത് പാന്റ് ആണ് കേട്ടോ, 2 പീസിന്റെ. ഇതൊക്കെ ഒരു പലാസോ ടൈപ്പ് പലാസോ ആണ്. പലാസോ ആണ്, പക്ഷെ ഇത് കുറെ കംഫർട്ട്. ഇതൊക്കെ ഭയങ്കര റേഞ്ച് കുറവാണ്. കുറെ നാളെ ഇടാം. പോക്കറ്റ് ഉണ്ടോ? ഇല്ല. കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് ഖാദി കോട്ടൺ ആയിട്ട് പല കളറിൽ വന്നത്. ചേച്ചി ഗ്രീൻ ഇട്ട് കാണിച്ചത്. പോക്കറ്റ് പാന്റിൽ ഇല്ലെങ്കിലും പോക്കറ്റ് ഇതിലുണ്ട്, ടോപ്പിലുണ്ട്. ഒരു 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. ഖാദി കോട്ടൺ ഓഫീസ് വെയറിന് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള. എല്ലാരും ചൂസ് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ പ്രായം ഒരു ഘടകമല്ല. അതെ. അപ്പൊ ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഈ കാണുന്നതാണ് പ്രിൻസ് ആൻഡ് ഡൈസ് ഷോപ്പ്. അപ്പൊ ഇത് ലൊക്കേറ്റഡ് ഉള്ളത് നമ്മുടെ എറണാകുളം മാർക്കറ്റില്, പ്രസ് ക്ലബ് റോഡ് അല്ലെങ്കിൽ എറണാകുളം മാർക്കറ്റ് രണ്ടിന്റെയും മൂലയായിട്ട് വരും. ഇനി കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പ് ആണ് അവിടെ ഇറങ്ങുന്ന സ്ഥലം. മേനക ബസ് സ്റ്റോപ്പ് വഴിക്ക് നമുക്ക് കയറുകയാണെങ്കിൽ ഈ കാണുന്നതാണ്
പ്രസ് ക്ലബ് റോഡ്. പ്രസ് ക്ലബ് റോഡാണ് കേട്ടോ ഈ ഒരു റോഡിനെ പറയുന്നത്. അപ്പൊ ഈ പ്രസ് ക്ലബ് റോഡിൽ ഇവിടെ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു പ്രിൻസ് ആൻഡ് ഡൈസ്. ഇത് കൂടാണ്ട് നമുക്ക് ഈ ഒരു പ്രസ് ക്ലബ് റോഡ് വഴിക്ക് നമ്മൾ നടന്നു വരുമ്പോൾ മുട്ടണ സ്ഥലം എന്ന് പറയുന്നത് CSB ബാങ്ക്. CSB ബാങ്കും അത് കുറച്ചുകൂടെ അടുത്തുള്ള ലൊക്കേഷനൊക്കെ പറയണത് കേട്ടോ. അപ്പൊ ഇത് CSB ബാങ്കിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രിൻസ് ആൻഡ് ഡൈസ്. ഇനി ഡയറക്റ്റ് ഇവിടേക്ക് വരുന്നവർക്ക് വരാം. ഇനി ഇവർക്ക് വേറൊരു ഷോപ്പ് നമ്മൾ ഫസ്റ്റിന്റെ എടുത്തില്ലേ മൈ ഫാബ് എന്ന് പറയുന്നത്, മൈ ഫാബ് ക്ലോത്തിങ്, അത് MNF ആർക്കേഡ് ആ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ. ആ ഒരു ബിൽഡിങ്ങിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് മൈ ഫാബ് ക്ലോത്തിങ്. അപ്പൊ ഇവിടെ വന്നാൽ ഇവർ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ വിജയിച്ച ആൾക്ക് ഒന്നുകൂടെയും കോൺഗ്രാറ്റുലേഷൻ. അപ്പൊ വേഗം തന്നെ വന്നിട്ട് ബുട്ടിക്ക് വരണ്ട, ഇവര് നിങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.